ശ്രീജിത് പണിക്കർ, ഇപ്പോൾ SFIയുടെ റിപ്പോർട്ട് വന്ന് കുറ്റപത്രവും നൽകിയിട്ടും അതും കോടതി നടപടികളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ EDയുടെ അന്വേഷണം ഏതറ്റം വരെ പോകും ശ്രീജിത് പണിക്കർ? അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി CMRL നിന്ന് കിട്ടിയ പണം ഉപയോഗിക്കുന്നു. CMRLന്റെ MD തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഉടമ. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ മനസ്സിലാവും അത്. പക്ഷേ അത് നിഷ്കളങ്കമായിട്ട് വേണമെങ്കിൽ പറയാമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ഞങ്ങളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ശ്രീ മഞ്ജുഷ്, ആ രീതിയിലത്തൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 447 പ്രകാരമുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ പരിധിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ EDയുടെ അന്വേഷണം എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ, നിലവിൽ ആ കേസ് വളരെ സ്ട്രോങ് ആണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. SFIയുടെ കേസും സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ EDയുടെ കേസും സ്ട്രോങ് ആണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വാദിക്കുന്നതിന് വേണ്ടി CMRL സിദ്ധാർത്ഥ് ലൂത്രയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഇവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് EDക്ക് അധികാരമില്ല, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പല പ്രൊവിഷൻസ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. നിയമപരമല്ല എന്ന് മുമ്പ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന പല വാദങ്ങളും അവർ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തായിക്ക് നിക്ഷേപമുള്ള കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ഒരു ലോൺ എടുക്കുന്നു. എന്നിട്ട് ശശിധരൻ കർത്തായിക്ക് വലിയ സ്റ്റേക്കുള്ള CMRL എന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് സർവീസസ് ഒന്നും ഓഫർ ചെയ്യാതെ തന്നെ അവർക്ക് മാസാമാസം കൃത്യമായിട്ടുള്ള പ്രതിഫലം സ്വന്തം നിലയ്ക്കും കമ്പനിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അവർ ആ ഫണ്ട്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേക്ക് എക്സ്പെൻസസ് ബുക്ക് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒഫൻസ് CMRL ചെയ്തിരിക്കുന്നത് അവർ SFIയുടെ മുന്നിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് അത് ഏതാണ്ട് 130 കോടി രൂപയായിരുന്നു. പിന്നീട് അത് ഏതാണ്ട് 182 കോടി രൂപയായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പലതരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒന്ന് തന്നെയാണ് വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന അനധികൃതമായിട്ടുള്ള പണത്തിൽ നിന്നാണ് എന്നുള്ളതാകും EDയുടെ കേസ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും. 2, സർവീസസ് ഒന്നും തന്നെ ഓഫർ ചെയ്യാതെയാണ് ആ പേയ്മെൻറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായി എടുത്തിരിക്കുന്ന ഒരു ലോൺ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിനെ തിരിച്ചടവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഫണ്ട് ഡൈവേർഷൻ എന്ന രീതിയിലത്തേക്ക് ആ ഡെറ്റിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 447 അനുസരിച്ചെടുക്കുന്ന ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ട്. പക്ഷേ അതില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CMRL ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്തും വെള്ളിയാഴ്ച വരെ CMRLന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഇതിലെ ഇന്നത്തെ കേസിലെ ഡയറക്റ്റ് ആപ്ലിക്കൻ്റ് അല്ലാത്ത, പരാതിക്കാരി അല്ലാത്ത വീണയ്ക്ക് ഒരു തരത്തിലുള്ള എക്സെപ്ഷനും കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. CMRLും EDയും തമ്മിലുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് ആ കേസ് തൽക്കാലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു കക്ഷിയെ അല്ല എന്ന രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും CMRL ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾക്ക് മുൻപായിട്ട്? അങ്ങനെയുള്ള കാര്യവും അതിലുണ്ടല്ലോ. CMRLന്റെ കേസിൽ സത്യത്തിൽ ഈ റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നത് CMRLന് മാത്രമാണ്. അത് അവിടെ EDയുടെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, കോടതി അത് വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആരാണോ ഇതിൽ ഒരു ആപ്ലിക്കൻ്റായിട്ട് വന്നിട്ടുള്ളത് ആ ആൾക്കാർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച വരെയുള്ള എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റായിട്ട് വീണയുടെ അഭിഭാഷകർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണയ്ക്ക് ഒരു തരത്തിലുള്ള റിലാക്സേഷനും വെള്ളിയാഴ്ച വരെയും കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ആ കേസിൻ്റെ ഭാവി, അതായത് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ടായിരിക്കണം. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന 447 കമ്പനീസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഇല്ല എന്ന രീതിയിലത്തേക്ക് വരികയോ അല്ലെങ്കിൽ SFIയുടെ ഒറിജിനൽ കേസ് ഇല്ലാതെയാവുകയോ ചെയ്താൽ, നമുക്കറിയാം അത് ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാവുകയാണെങ്കിൽ ED ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ദുർബലമാകും. കാരണം EDക്ക് ഇത്തരത്തിലുള്ള ഒരു കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കേസ്
അവിടെ ക്വാഷ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുബന്ധ കേസുകൾ പിന്നീട് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പരാജയ സാധ്യത മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കേസിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, ഇതിന് തടയുന്നതിന് വേണ്ടിയിട്ട് CMRL പറയുന്ന വാദം അത് തന്നെ ഇവിടെ ഒരു FIR ഇല്ലാതെ, പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു FIR ഇല്ലാതെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് EDക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ വളരെ കൂടുതൽ തവണ കോട്ട് ചെയ്യപ്പെട്ടതുപോലെ 2020 വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പോലീസ് FIR വേണമെന്നില്ല ED ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എന്ന് സുപ്രീം കോടതി തന്നെ 6 വർഷം മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് EDക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായാൽ മതി. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടായാൽ മതി, ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നത്. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരു FIR വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് അടുത്ത ദിവസങ്ങളിൽ ആ കേസിനെ അതിൻ്റെ മെറിറ്റിൽ തന്നെ പരിഗണിച്ച് സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിനെ കൂടി പരിഗണിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുമെന്ന് തന്നെയാണ്. കാരണം അതല്ല എങ്കിൽ സുപ്രീം കോടതി ഒന്ന് പറയുന്നു, കേരള ഹൈക്കോടതി മറ്റൊരു തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന രീതിയിലേക്ക് അത് വരാൻ പാടില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ FIRന് തുല്യമാണ് ECIR എന്ന് പറഞ്ഞുകൊണ്ട്, എൻഫോഴ്സ്മെന്റിന്റെ കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ഇതിലുള്ള പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയില്ല എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. അതും ഈ പറഞ്ഞിരിക്കുന്ന മദൻലാൽ ചൗധരി കേസിൽ വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. ഈ ECIR എന്ന് പറയുന്നത് EDയുടെ ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് മാത്രമാണ്, അത് FIRന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു കോപ്പി ഫർണിഷ് ചെയ്യുക എന്നത് അനിവാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തന്നെ നേരത്തെയുള്ള റൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ CMRLന്റെ അത് അത്ര എളുപ്പമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് കേരള ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീനിവാസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.